ഹലോ ഗായ്സ്, എന്തുകൊണ്ട് എല്ലാവർക്കും വിശേഷം? വെൽക്കം ബാക്ക് ടു അനദർ എക്സൈറ്റിംഗ് എപ്പിസോഡ് ഓഫ് ജോ മൈ സ്റ്റൈൽ. ഇന്നൊരു ഗേൾസ് ഡേ ഔട്ടായിട്ടോ. പുതിയ വണ്ടിയൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഗേൾസ് ഒന്നും അതുകൊണ്ട് കറങ്ങിയില്ലെങ്കിൽ പിന്നെ എന്താണൊരു ഭംഗി, എന്താണൊരു രസം അല്ലേ ഗായ്സ്? അപ്പം ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നൈസിയും കൂടെ പുറത്ത് കറങ്ങാൻ പോകുന്ന ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ ചിലവ് ചെയ്യുവാൻ ഇറങ്ങിയിരിക്കുവാണ് കേട്ടോ ഗൈസ്. അപ്പം നൈസിയാണ് ഇന്ന് വണ്ടി ഓടിക്കുന്നത്. ഞാൻ ഈ പുറത്തൊന്നും ഓടിക്കാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. മാക്സിമം ഇവിടെ അടുത്തൊക്കെ എനിക്കൊന്ന് ഓടിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഇച്ചിരി ദൂരെയോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ 2 പേരും തകർത്ത് വാരി, ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഞങ്ങൾ 2 പേരും കൂടെ പുറത്ത് പോവുകയാണ് കേട്ടോ. പുറത്ത് പോകുന്നതിനൊരു റീസൺ ഉണ്ട്. ഒരു ഉച്ചയ്ക്കത്തെ ഫുഡ് അടിക്കണം. പുറത്ത് പോയിട്ട് ഏതെങ്കിലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നല്ല അടിപൊളി എന്തെങ്കിലുമൊക്കെ കഴിക്കണം. പിന്നെ അതിനുശേഷം ഒരു സർപ്രൈസ് സാധനം മേടിക്കാൻ വേണ്ടി കേട്ടോ. അപ്പം ഉണ്ടല്ലോ, നിങ്ങൾ നേഴ്സസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അത് തന്നെയല്ല, നേഴ്സ് തന്നെയാണെന്നില്ല, ലോങ് സ്റ്റാൻഡിങ് നിൽക്കുന്ന ഏത് മനുഷ്യർക്കും ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. പിന്നെ ഞങ്ങളിവിടെ വന്ന വഴിക്ക് പ്രത്യേകിച്ച് 12 hours ഡ്യൂട്ടിയൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് ഓൺ ദ ബിഗിനിങ്ങിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സിവിയറായിട്ട് എനിക്ക് ലെഗ് പെയിൻ തുടങ്ങി. ലെഗ് പെയിൻ മീൻസ് ഈ നമ്മുടെ ഉപ്പുറ്റിയില്ലേ, ആ സ്ഥലത്ത് എനിക്ക് ഭയങ്കര വേദനയാണ്. അവസാനം ഡയഗ്നോസ് ചെയ്തു പ്ലാന്റാർ ഫേഷ്യാറ്റിസിന് കുറേ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ ചെയ്യണം. എനിക്കാണെങ്കിൽ സ്റ്റീറോയിഡ്സ് നേഴ്സ് ആയതുകൊണ്ടായിരിക്കാം സ്റ്റീറോയിഡ്സ് എൻ്റെ ദേഹത്ത് തൊടുന്നത് എനിക്കിഷ്ടമല്ല ഗൈസ്. അതുകൊണ്ട് ഞാനാണെങ്കിൽ മെഡിസിൻ എടുക്കാൻ ഞാൻ വളരെ മാക്സിമം ഞാൻ എടുക്കുന്ന ഒരു ടൈലിനോളാണ്, അത്രേ ഉള്ളൂ. അതിനപ്പുറത്ത് ഞാൻ ഒന്നും എടുക്കത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വേദന, ഇരിക്കുന്നിടത്തുനിന്ന് എണ്ണീറ്റ് കാല് മുന്നോട്ട് വരുമ്പോൾ വെക്കാൻ പറ്റത്തില്ല, കിടന്നിട്ട് കാല് താഴോട്ട് വെക്കാൻ പറ്റത്തില്ല. നടക്കുവാണെങ്കിൽ അങ്ങ് നടന്നോളും, പക്ഷെങ്കിൽ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം എടുത്ത് താഴോട്ട് വെക്കുമ്പോഴത്തേക്കാണ് നമ്മൾ സിവിയറായിട്ടുള്ള ആ വേദന അനുഭവിക്കുന്നത്. അപ്പോഴാണ് നമ്മളിങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒരു ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു പ്രത്യേക തരം സോളുള്ള ചെരുപ്പ് വെക്കണം, മേടിച്ച് കാലിലിട്ടാൽ മതി, അപ്പം നിങ്ങളുടെ കാലുവേദന മാറുമെന്ന്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഹോക്ക എന്ന് പറഞ്ഞ ബ്രാൻഡിൽ ഹോക്കയുടെ ബോണ്ടി എന്ന് പറയുന്ന ചെരുപ്പാണ്, ഷൂ, അതാണ് ഞാൻ ആദ്യമായിട്ട് മേടിച്ച് എൻ്റെ കാലയിലിട്ടത്. എൻ്റെ ഗൈസ് പറയണ്ടല്ലോ. അപ്പോൾ ഡെയിലി ഇടാൻ വേണ്ടി, വീട്ടിലിടാൻ വേണ്ടി സെയിം തന്നെ സോളുള്ള ചെരുപ്പ് അതുകൊണ്ട്, അതുപോലെ തന്നെ നൈറ്റിൽ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇടാനുള്ള അടുത്ത ഷൂ മേടിച്ചു. അങ്ങനെ ഞാൻ ഇട്ടുണ്ടോ ചെരുപ്പ് ഞാൻ ഊരുന്നത് ഹോക്കയുടെ ഷൂ ആണ് ഞാൻ ഊരുന്നത്. അപ്പം അതേപോലത്തെ ഐക്ലൗഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡഡ് ഷൂവും കൂടെ ഇപ്പം റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് US നഴ്സസ് എല്ലാം ഐക്ലൗഡാണ് ഇടുന്നത്. അപ്പോൾ ഹോക്ക ഒരു ചെറുതായിട്ട് പുറകിലോട്ട് മാറി, അപ്പോൾ ഐക്ലൗഡ് വന്നു. പക്ഷേ ഐക്ലൗഡിനും സെയിം ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഇന്ന് പറയണ്ട എന്താ ഒരു സുഖമെന്നറിയാം. നമ്മുടെ കാലിൻ്റെ ഉണ്ടല്ലോ ഈ നടുവില്ലേ, അതിനെ പറയണ ആ ഫേഷ്യ വരുന്ന സ്ഥലം, പ്ലാന്റാർ ഫേഷ്യ ഉള്ള സ്ഥലം ഉണ്ടാകുന്ന സ്ഥലത്ത് അവിടെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടുണ്ടല്ലോ ഗൈസ്, നമുക്ക് നടക്കാൻ എന്ത് സുഖമാണെന്നറിയാമോ. നമ്മുടെ കാലിൻ്റെ നടുവിലൊരു സാധനം ഇരുന്ന് നമ്മളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും നമ്മൾ നടക്കുമ്പോൾ. അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ വേദനകൾ നമുക്ക് മാറി അങ്ങോട്ട് പോകും. ആ ഒരു ഇൻഫ്ലമേഷൻ ഫേഷ്യൽ ഉണ്ടാകുന്നത് മാറിപ്പോകും. അങ്ങനെ ഞങ്ങൾ ഐക്ലൗഡിൻ്റെ 2 ഷൂവും കൂടെ മേടിച്ചു. അങ്ങനെ ഞങ്ങൾ ഗേൾസ് ഈ ഷൂ ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് ചെത്ത് വേഷത്തിലാണ് കേട്ടോ നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നത്. നാട്ടിൽ പോകുന്നതിനേക്കാളും കുറച്ചും കൂടെ ട്രെൻഡിയാണ് ഇവിടുത്തെ നഴ്സസ് ഡ്യൂട്ടിക്ക് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് പ്ലാന്റർ ഫേഷ്യാറ്റിസ് സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചെരുപ്പ് മേടിക്കണം കേട്ടോ ഗൈസ്.